Hello, this is designer Abhisha and welcome to my channel. ഇന്ന് നമ്മൾ ഒരു ഡിസൈൻ പരിചയപ്പെടാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൽ വരുന്ന കണ്ടന്റ്സ് ഇതൊക്കെയാണ്: ഡിസൈനിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ, ഫാഷൻ ഡിസൈനിങ് പഠിക്കാനുള്ള കുട്ടികൾക്കുള്ള ഗൈഡൻസുകൾ, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്താം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡിസൈൻ എന്താന്നുള്ളത് നോക്കാം. നമ്മൾ ഇന്നൊരു മൊം ആൻഡ് ബി സെറ്റാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നോക്കാം. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മള് അമ്മയുടെ ഡ്രസ്സാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അമ്മയുടെ ഡ്രസ്സില് ഇത് ഗൗണാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അംബ്രല്ല കട്ട് ഗൗണാണ്. അമ്മയുടെ ഡ്രസ്സിൽ നമ്മൾ ഡബിൾ ഫ്ലെയർ കൊടുത്തിട്ടുണ്ട് അംബ്രല്ല കട്ടില്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ മടക്കായിട്ട് ഇത് കിടക്കുന്നത്. ഡബിൾ ഫ്ലെയർ കൊടുത്തതിന്റെ പേരിലാണ്. നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ജോർജറ്റ് ആണ്. റെഡ് കളർ ജോർജറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സ്ലീവ് 3/4 സ്ലീവ് ആണ് ചെയ്തത്. നെക്ക് ഒരു എന്താ പറയാ, ചെറിയ നെക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ക്ലോസ്ഡ് നെക്കാണ്, ഒരുപാട് വൈഡ് അല്ലാത്ത ചെറിയൊരു നെക്കാണ് ഇതിന് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ഇത് കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആണ്. അമ്മയ്ക്കും മോൾക്കും ഒരേപോലെ ചെയ്യിച്ച പ്രൊഡക്റ്റ് ആണ് ഇത്. നമുക്കിതിന്റെ വർക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൽ മെയിൻ ആയിട്ട് കട്ടിയിൽ വർക്ക് കൊടുത്തത് സ്ലീവിന്റെ ബോർഡർ, നെക്കിന്റെ ബോർഡർ, പിന്നെ ഈ യോക്കും താഴത്തെ പോർഷനും വേർതിരിക്കുന്ന ആ ഒരു ഏരിയയിലുമാണ് നമ്മൾ ബോർഡർ പോലെ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സ്പേസിലൊക്കെ സ്പ്രെഡിങ് വർക്കുകളാണ് ചെയ്തത്. നെക്കിലെ വർക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം. ഇതിൽ നമ്മൾ ഇത് ഫുള്ള് ഹാൻഡ് വർക്കും അതുപോലെ തന്നെ സ്റ്റിക്കിങ്ങും മിക്സ് ചെയ്തിട്ടുള്ള വർക്കാണ്. അതായത് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇത് ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു ബഡ്ജറ്റ് ഡിസൈനിങ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് ഒട്ടിക്കലും വന്നിട്ടുണ്ട്. ഹാൻഡ് വർക്കോടെ മിക്സ് ചെയ്തിട്ടുള്ള വർക്കാണിത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു 2 ബീഡ്സ്, ബ്യൂഗിൾ ബീഡ്സ് എന്ന് പറയും. ഈ റെഡ് കളർ 2 ബീഡ്സ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ റെഡ് സീക്വൻസ് കാണാം ഇതിൽ, അതും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ ഈ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സീക്വൻസ്, അതൊരു സിൽവർ കളർ സീക്വൻസ് ആണ്, അതും ഓൾസോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അത്രയും പോർഷൻ നമ്മൾ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ എക്സ്ട്രാ വേറെയും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്, മിറർ, ഒരു ഡ്രോപ്പ് ഷേപ്പ് അല്ല, ഒരു ലീഫ് ഷേപ്പിലുള്ള ചെറിയ ഗ്ലാസ് ഉണ്ട്, ഇത് സ്റ്റിക്ക് ചെയ്തതാണ്. ആൻഡ് ഓൾസോ ഇതിൽ വൈറ്റ് ചെറിയ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്, ഇതും സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ റെഡ് സ്റ്റോൺസും ഉണ്ട് ഇതിൽ, കണ്ടോ? റെഡ് സ്റ്റോൺസ്, ഒരു ഡ്രോപ്പ് ഷേപ്പിലുള്ള റെഡ് സ്റ്റോൺസ് കാണാം ഇവിടെ ആയിട്ട്. പിന്നെ റെഡിന് തന്നെ റൗണ്ട് സ്റ്റോൺസും ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. റെഡ് സ്റ്റോൺ, ഇതൊക്കെ റെഡ് വലിയ സ്റ്റോണുകളാണ് റൗണ്ട് ഷേപ്പിലുള്ള. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതില് സ്റ്റിക്കിങ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഹാഫ് ബീഡ്സും കൂടെ ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതാ ഇവിടെ ഈ ഒരു ഷൈനിങ് വരുന്നത്, അതൊരു പേളാണ്, റെഡ് കളർ ഹാഫ് പേളാണിത്, അതും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു വർക്കാണ് ഇതിന്റെ മുകളിൽ വന്നിട്ടുള്ളത്. മൊത്തം മിക്സ് ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പൊ ആ ഒരു ബോർഡർ പാറ്റേൺ തന്നെയാണ് നമ്മള് നെക്കിലും പിന്നെ ഈ യോക്കിന്റെ അവിടെയും പിന്നെ സ്ലീവിന്റെ ബോർഡറും സെയിം ആ ഒരു ബോർഡർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവ്സിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നമ്മള് വേറെയും ഈ ബീഡ്സ് എല്ലാം കൂടെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ സീക്വൻസ് കാണാം നിങ്ങൾക്ക് ഇവിടെ, ആ 2 ബീഡ്സ് കാണാം, പിന്നെ ആ ഗ്ലാസ് ഉണ്ട്, ആൻഡ് ഹാഫ് പേൾ ഉണ്ട്. എല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്, സ്റ്റിക്ക് ചെയ്തിട്ടും ഉണ്ട്. അതാണ് ഇവിടെ വരുന്ന ഒരു വർക്ക്. അതുപോലെ തന്നെയാണ് സ്ലീവിലും സ്പ്രെഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതാണ് അമ്മയുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഇനി ബേബിയുടെ നോക്കുകയാണെങ്കിൽ ഇതൊരു 5 ഇയർ ഓൾഡ് കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് അമ്മയുടെ വർക്ക് തന്നെയാണ് ഇതിനും വരുന്നത്. ഇതിൽ ഗൗണിന്റെ പാറ്റേൺ വന്നത്
പ്ലീറ്റഡ് ഗൗൺ ആണ്. ഇതിന് അരയിൽ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അമ്മയുടെ പോലെ അംബ്രല കട്ടല്ല കൊടുത്തിട്ടുള്ളത്. കുട്ടികളുടെ ഡ്രസ്സിന് ഇങ്ങനെ പ്ലീറ്റ്സ് വെക്കുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക. ലൈനിങ് വന്നിട്ട് ക്രേപ്പ് ആണ് കൊടുത്തത്. ലൈനിങ് രണ്ടെണ്ണത്തിനും ക്രേപ്പ് തന്നെയാണ് കൊടുത്തത്. ഇതിന്റെ നെക്കിൽ ഒരു ബോർഡർ വരുന്നുണ്ട്. സ്ലീവ് ഷോർട്ട് സ്ലീവ് ആണ് കുട്ടിക്ക്. അതിനും ഒരു ചെറിയ ബോർഡർ വരുന്നുണ്ട്. അമ്മയുടെ ഡ്രസ്സ് പോലെ തന്നെ യോക്കിന്റെ ഇവിടുത്തെ ഈ ഒരു പോർഷനിലും ബോർഡർ ഡിസൈൻ വരുന്നുണ്ട്. ബോർഡറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അമ്മയുടെ ഡ്രസ്സും കുട്ടിയുടെ ഡ്രസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലൊരു ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പകരം നമ്മളിവിടെ വൈറ്റ് വലിയ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തത്. കാരണം കുട്ടികളുടെ ഡ്രസ്സിൽ ഗ്ലാസ് യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വൈറ്റ് സ്റ്റോൺസ് ആണ് അതിന് പകരം വലിയ സ്റ്റോൺസ് ആണ് വെച്ചിട്ടുള്ളത്. ഇതാണ് അമ്മയുടെ കുട്ടിയുടെ ഡ്രസ്സ് നമ്മൾ വർക്കിൽ വരുന്ന ഡിഫറൻസ്. പിന്നെ പാറ്റേണിലാണെങ്കിൽ ഇത് പ്ലീറ്റഡ് ആണ്, അത് അംബ്രല കട്ടിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതാണ് കുട്ടിയുടെ ഡ്രസ്സിന്റെ ഡീറ്റെയിലിംഗ്. ഇത് നമുക്ക് ഈ ഒരു കോംബോ സെറ്റ് നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് കുട്ടിയുടെ ഏജ് കുറവോ കൂടുതലോ ആണെങ്കിലും നമുക്ക് ഈ പാറ്റേണിൽ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് റേറ്റ് കാര്യങ്ങളും ബാക്കി പ്രോസസ്സുകളും ഒക്കെ അറിയാം. ഓർഡർ ചെയ്യാം. സോ അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സജഷൻസോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ കാണുന്നതായിരിക്കും. ബൈ. താങ്ക് യു.